ഈ കഴിഞ്ഞ രണ്ടാഴ്ചക്കാലം സസ്പെൻഷൻ മാത്രമല്ലല്ലോ, നിയമനവും നടത്തുന്നില്ലേ? കേരളത്തിലെ ഒരു മന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയായി അളിയനെ നിയമിക്കുകയാണ്. BR ഷഫീർ ചെയ്ത പോലെ ഒന്നും ചെയ്തില്ലല്ലോ. സത്യപ്രതിജ്ഞ കഴിഞ്ഞ 3 ഞാൻ വീടിന്റെ കോലായിരിക്കുമ്പോ മഴയത്ത് നനഞ്ഞ് കുളിഞ്ഞ് അയാൾ കയറി വരികയാണ്. ഈ കുടുംബ പ്രശ്നവും മൂപ്പര് മൈക്ക് കെട്ടി വിളിച്ചു പറഞ്ഞു. പക്ഷെ ഞാൻ എന്റെ വീട്ടിൽ പോയപ്പോ എന്റെ ഭാര്യ 2 ദിവസം എടുത്ത് മിണ്ടാണ്ടിരുന്നു. സന്ദേശ സിമിയിൽ ജയറാം മാള അരവിന്ദനോട് കാണിച്ചതുപോലെ കാണിച്ച ചെയ്ത്താണ് BRMനെ വ്യത്യസ്തനാക്കുന്നത്. പറയാൻ എനിക്ക് അർഹതയില്ല, എന്നാലും എന്നെ രക്ഷിക്കാൻ വല്ലതും ചെയ്യാൻ പറ്റുമെങ്കിൽ അളിയനെ നിയമിക്കുകയാണ്. നമസ്കാരം. മുഖ്യമന്ത്രി VD സതീശൻ വാക്ക് പറഞ്ഞാൽ അത് വാക്കാണ്. സാധാരണ സർക്കാരുകൾ ഓൺലൈൻ ട്രാൻസ്ഫർ എന്നൊക്കെ പറഞ്ഞ് ജനങ്ങളുടെ കയ്യടി മേടിക്കും. എന്നാൽ VD സതീശൻ അങ്ങനെയുള്ള പരിപാടിക്കൊന്നും ഇറങ്ങില്ല. മൂപ്പര് മുഖ്യമന്ത്രിയായതിനു ശേഷം മാത്രമല്ല, അതിനു മുമ്പ് തന്നെ ചില വാക്കുകൾ വാക്കാക്കി മാറ്റിയിരുന്നു. അതിൽ മുമ്പിലുള്ളത് ഈ പറഞ്ഞ ട്രാൻസ്ഫറുകളാണ്. കോൺഗ്രസ് സംഘടനകൾ ലിസ്റ്റ് ഉണ്ടാക്കി സംഘടനാ ഭാരവാഹികൾ കത്തെഴുതി അവർ പറഞ്ഞതുകൊണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നു എന്ന് പറഞ്ഞ് പ്രത്യേക ട്രാൻസ്ഫർ ഉത്തരവ് തന്നെ ഇറങ്ങുന്ന അസാധാരണ കാലം. VD അനുകൂല മാധ്യമങ്ങൾ വാർത്തകളൊക്കെ മുക്കിയെങ്കിലും സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. VD സർക്കാരിന്റെ 2 ആഴ്ചയിൽ എന്തൊക്കെയാണ് ഈ നാട്ടിൽ നടക്കുന്നത്? ഈ കഴിഞ്ഞ രണ്ടാഴ്ചക്കാലം ഗവൺമെന്റുമായി ബന്ധപ്പെട്ട ഓരോ പ്രവർത്തനങ്ങളിൽ നിന്നും കേരളത്തിന് കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത്. VT ബൽറാമിന് കാര്യം അറിയാം. അല്ലപ്പാ, എന്താണ് ആ പ്രവർത്തനം? സംഘടനാ നേതാക്കൾ ലെറ്റർ പേഡിൽ എഴുതി കൊടുത്താൽ ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു കാലഘട്ടം ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടോ? ഇതുവരെ എന്ന് പറയാൻ അതെന്താ, അതിന് മുമ്പ് ഉണ്ടായിട്ടുണ്ടോ? അധികാരം ഏൽക്കുന്നതിന് മുമ്പ് ട്രാൻസ്ഫർ ചെയ്യുക എന്ന് പറയുന്നത് അതീവ ഗുരുതരമായിട്ടുള്ള നാണം കെട്ട ഒരു പരിപാടിയാണ് നിങ്ങൾ ചെയ്തതെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. അധികാരമേൽക്കും മുമ്പോ? അതൊക്കെ മുൻ സർക്കാരിന്റെ അന്നല്ലേ പാൽവില കൂട്ടിയതടക്കം VD സർക്കാർ പറഞ്ഞിരിക്കുന്നത്. അധികാരമേൽക്കും മുമ്പ് എങ്ങനെയാണ് ഇവർ ട്രാൻസ്ഫർ ഇറക്കുന്നത്? 5/5/2026 നിങ്ങൾ വിദ്യാഭ്യാസ വകുപ്പിൽ ട്രാൻസ്ഫർ ഇറക്കി. ഒന്നും മനസ്സിലാകുന്നില്ലല്ലോ. എന്താ അതിന്റെ വിഷയം എന്താ? വിഷയം എന്താ? ഈ ട്രാൻസ്ഫറിന്റെ പരാമർശം ഈ ഓർഡറിലുണ്ട്. എന്താണ് ആ പരാമർശം? NGO അസോസിയേഷൻ തിരുവനന്തപുരം സൗത്ത് ജില്ലാ ജോയിന്റ് സെക്രട്ടറി ശ്രീ മുഹമ്മദ് റാഫ് സമർപ്പിച്ച അപേക്ഷ. അത് അപേക്ഷയല്ലേ? മന്ത്രി വന്നില്ല, ഗവൺമെന്റ് വന്നില്ല. NGO അസോസിയേഷന്റെ സൗത്ത് ജില്ലാ ജോയിന്റ് സെക്രട്ടറി കൊടുത്ത ഒരു കത്തിന്റെ അടിസ്ഥാനത്തിൽ 6 പേരെ ട്രാൻസ്ഫർ ഇറക്കി. ഭരണ സൗകര്യാർത്ഥം എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഇതിപ്പോ ഞങ്ങളുടെ സംഘടനയുടെ നേതാവ് പറഞ്ഞിട്ട് എന്ന് പറഞ്ഞ് ട്രാൻസ്ഫർ ഉത്തരവ് ഇറക്കണമെങ്കിൽ അതൊരു അപാര സംഗതിയല്ലേ? ഇനി അതിനേക്കാൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അതെന്താ? എന്താണ് കാര്യം? ഈ ഉത്തരവ് ഒപ്പിട്ടിരിക്കുന്ന വ്യക്തി, ഈ 6 പേരെ സർക്കാർ വരുന്നതിന് ഒപ്പിട്ട വ്യക്തിയുണ്ടല്ലോ, ഒരു ഉദ്യോഗസ്ഥനുണ്ടല്ലോ, ആ ഉദ്യോഗസ്ഥന്റെ പേര് രഞ്ജൻ രാജ് എന്നാണ്. അതിനിപ്പോ എന്താ? രഞ്ജൻ രാജ് നല്ല പേരല്ലേ? ഇപ്പോ ഈ രഞ്ജൻ രാജ് എവിടെയാണ്? ഈ മന്ത്രിസഭയിലെ ഒരു മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായി ഈ രഞ്ജൻ രാജ് ഇവിടെ വർക്ക് ചെയ്യാണ്. അത് ശരി. അപ്പോ മന്ത്രി അധികാരമേൽക്കും മുമ്പ് സ്വയം അങ്ങ് തീരുമാനിച്ച് ഉദ്യോഗസ്ഥർ ഭരിച്ച് ട്രാൻസ്ഫർ ചെയ്തു. എന്നിട്ട് മന്ത്രിന്റെ സ്റ്റാഫിലേക്ക് തന്നെ ട്രാൻസ്ഫർ ചെയ്തു. ഈ കളി കൊള്ളാലോ. വേണ്ടപ്പെട്ട ആളുകളെ ഇരുത്തി മന്ത്രിസഭ വരുന്നതിന് മുമ്പ് ഓർഡർ ഉണ്ടാക്കി 6 പേരെ ട്രാൻസ്ഫർ ചെയ്തിരിക്കുകയാണ്. ഇതൊക്കെ എന്തെന്നിപ്പാ? 1-ാം നമ്പർ ചാനലിൽ ഒരു വരി വാർത്ത പോലും ആകാത്ത സംഗതിയൊക്കെ എടുത്തു പിടിച്ചിട്ടാണോ ഈ ജോയിയെല്ലാം വരുന്ന സഭയിലേക്ക്? VD സർക്കാരിനെ കരിവാരിത്തേക്കാൻ വെറുതെ വേറെ വിഷയമൊന്നും ഇല്ലാഞ്ഞിട്ടല്ലേ കണ്ട പേപ്പറിൽ നേതാക്കൾ എഴുതി ട്രാൻസ്ഫർ ചെയ്യുന്ന കാര്യമൊക്കെ ഇങ്ങനെ വലിയ സംഭവമായിട്ട് വിളിച്ചു പറയുന്നത്? ഇത് വിഷയദാരിദ്ര്യമാണോ? 2000-ഓളം വരുന്ന ജീവനക്കാരെ തലങ്ങും വിലങ്ങും എടുത്ത് ക്യാൻസർ രോഗികളെ പോലും 1-2 ദിവസം പെൻഷൻ ആകാനുള്ള ആളുകളെ പോലും തലങ്ങും വിലങ്ങും അടിച്ചത് വിഷയദാരിദ്ര്യത്തിന്റെ ഭാഗമായിട്ടാണോ? ഇതെല്ലാം വലിയ കാര്യമാണോ? VD സർക്കാർ വിസ്മയം ജനിപ്പിക്കുമെന്ന് പറഞ്ഞിട്ടല്ലേ അധികാരത്തിൽ വന്നത്? കേരള NGO അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗത്തിന്റെ 4/5/2026 കത്തിന്റെ അടിസ്ഥാനത്തിൽ 5 ആളുകളെ ട്രാൻസ്ഫർ ചെയ്തു. എന്താല്ലേ, 1.5 വിസ്മയം തന്നെ. ഭരണം മാറിയില്ലേ? അപ്പൊ പിന്നെ വിസ്മയ ഭരണത്തിന്റെ കാലല്ലേ? അതല്ല, ഭരണം മാറിയാൽ എന്തും ചെയ്യോ? അങ്ങനെ പറയാം. ഭരണം മാറിയാൽ എന്തും ചെയ്യോ? എന്ത് ചെയ്യാനാ? അതെന്താ അങ്ങനെ ഒരു ടോക്ക്? DCRBയിലെ ഒരു പോലീസുകാരൻ, അദ്ദേഹം പോലീസ് അസോസിയേഷന്റെ ജില്ലാ ട്രഷററാണ്. അപ്പോ അയാൾ ജില്ലാ ട്രഷറർ ആയതുകൊണ്ട് അയാളെ ദ്രോഹിക്കണം. ആദ്യം ഒരു ഓർഡർ ഇറക്കി. അത് ആര്യങ്കോട് സ്റ്റേഷനിലേക്ക് മാറ്റി. DCRBയിൽ നിന്ന് ആര്യങ്കോട് സ്റ്റേഷനിലേക്ക് മാറ്റി. അയാൾ നേരെ എന്ത് ചെയ്തു? അയാൾ നേരെ ട്രൈബ്യൂണലിൽ പോയി ഒരു സ്റ്റേ മേടിച്ചു. ഇന്നലെ വൈകുന്നേരം സിംഗിൾ ഓർഡറിൽ അയാളെ സസ്പെൻഡ് ചെയ്തു.
മുഖ്യമന്ത്രി വിമർശിച്ചു എന്ന് പറഞ്ഞ് 7 പേർക്കെതിരെ ഈ 2 ആഴ്ചക്കുള്ളിൽ കേസെടുത്തു എന്നാണ് ഒടുവിലത്തെ കണക്ക്. അതുകൊണ്ട് അതൊന്നും വലിയ കാര്യമില്ല. VD സർക്കാരിന്റെ ഭരണകാലമാണ്. അപ്പോഴാണ് ട്രാൻസ്ഫറും സസ്പെൻഷനും എടുത്തു പിടിച്ച് വന്നിരിക്കുന്നത്. സസ്പെൻഷൻ മാത്രമല്ലല്ലോ, നിയമനവും നടത്തുന്നില്ലേ? അതൊന്നും ചോദിക്കണ്ടല്ലോ. നിങ്ങൾ ബന്ധു നിയമനം നൽകുകയാണ്, നിങ്ങൾ ബന്ധു നിയമനം നൽകുകയാണ്. കേരളത്തിലെ ഒരു മന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയായി അളിയനെ നിയമിക്കുകയാണ്. പാവം സണ്ണി വക്കീൽ മൂപ്പര് മന്ത്രിയായപ്പോൾ തന്റെ അളിയനെ ഒന്ന് പേഴ്സണൽ സ്റ്റാഫിൽ ഉൾപ്പെടുത്തിപ്പോയി. അതിനാണ്. എല്ലാവരും കുടുംബസ്നേഹം ഇല്ലാത്തവരൊന്നുമല്ല. ഒരു കുടുംബസ്നേഹമില്ലാത്ത BRN ഷഫീറിനെ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുള്ളൂ. അത് വെച്ച് നോക്കുമ്പോൾ സണ്ണി വക്കീലൊക്കെ ദൈവം സ്വന്തം അളിയന് നിയമനം നൽകിയില്ലേ? BRN ഷഫീർ ചെയ്ത പോലെ ഒന്നും ചെയ്തില്ലല്ലോ. സത്യപ്രതിജ്ഞ കഴിഞ്ഞ 3 ഞാൻ വീടിന്റെ കോലായിരിക്കുമ്പോ മഴയത്ത് നനഞ്ഞ് കുളിഞ്ഞ് അയാൾ കയറി വരികയാണ്. കയറി വന്ന് സീറ്റിട്ട് പറയുകയാണ്, എനിക്ക് സ്ഥലം മാറ്റം വാങ്ങി തരണം. എന്റെ അടുത്ത ബന്ധു എന്റെ ഭാര്യയുടെ സ്വന്തം സഹോദരിയുടെ ഭർത്താവ്. ഞാൻ അവരോട് പറഞ്ഞു, മനസ്സില്ല, അതിന് വേറെ ആളെ നോക്കണം. സന്ദേശ സിമിയിൽ ജയറാം മാള അരവിന്ദനോട് കാണിച്ചതുപോലെ കാണിച്ച ചെയ്ത്താണ് BRMനെ വ്യത്യസ്തനാക്കുന്നത്. കല്ല് മേടിച്ച് സ്റ്റേഷൻ ചെയ്തപ്പോ അവിടെ കിടക്കുന്നു മനോഹരമായ ട്രാൻസ്ഫർ ഓർഡർ. കാസർഗോഡ് ജില്ലയിലെ ഏതോ ഒരു കാട്ടിലേക്ക്. പറയാൻ എനിക്ക് അർഹതയില്ല, എന്നാലും എന്നെ രക്ഷിക്കാൻ വല്ലതും ചെയ്യാൻ പറ്റുമെങ്കിൽ. ഇമാതിരി കഥയൊക്കെ നാട്ടുകാർ മുമ്പിൽ മൈക്ക് കെട്ടി വിളിച്ചു പറയണമെങ്കിൽ അപാര സംഗതിയല്ലേ? BRM അത് മാത്രമല്ല, അതിനുശേഷം ഇമാതിരി പരിപാടി നടത്തിയതിന് വീട്ടിലും പ്രശ്നമുണ്ടായി. ഈ കുടുംബ പ്രശ്നവും മൂപ്പര് മൈക്ക് കെട്ടി വിളിച്ചു പറഞ്ഞു മനോരമ ചാനലിന്റെ മൈക്കിൽ. പക്ഷെ ഞാൻ എന്റെ വീട്ടിൽ പോയപ്പോ എന്റെ ഭാര്യ 2 ദിവസം എടുത്ത് മിണ്ടാണ്ടിരുന്നു. എനിക്ക് ആ പ്രയാസം മനസ്സിലാവുന്നുണ്ട്. ഞാനോട് കാര്യം പറഞ്ഞു, ഇതുപോലെ ഞാൻ മൈക്കിൽ പ്രസംഗിച്ചത് ഒരു ഇൻഡോർ മീറ്റിംഗിന്റെ ഫീലിംഗിൽ പ്രസംഗിച്ചതാണ്. മാധ്യമങ്ങൾ അത് കൊടുത്തോണ്ടിരിക്കണം കാര്യം ഞാൻ ശ്രദ്ധയിൽ അറിഞ്ഞിരുന്നില്ല. ഞാൻ എന്നോട് പറഞ്ഞു, കണക്ക് മാറി വീട്. ഒരു ഭാഗത്ത് അളിയനെ നിയമിക്കുന്ന, മറുഭാഗത്ത് അളിയനെ വെച്ച് ഇമാതിരി PR ഉണ്ടാക്കുന്ന ഒരു വിസ്മയ സർക്കാർ. ബന്ധു നിയമനത്തിന്റെ ലോകായുക്തയിൽ മന്ത്രിസ്ഥാനം വരെ നഷ്ടപ്പെടുത്തിയ KT ജലീലിനെതിരെയും പോരാടിയ VD സതീശന്റെ ഈ സർക്കാരിനെ നമ്മൾ പ്രത്യേകമായി വിസ്മയജനകമായി കാണണം സുഹൃത്തുക്കളെ. ബന്ധുക്കൾക്ക് നല്ലത് മാത്രം വരട്ടെ. നന്ദി, നമസ്കാരം.